കേരളത്തിലെ വയോജന പരിപാലന മേഖലയിൽ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാഗത്തു നിന്ന് ജാഗ്രതാപൂർണമായ ഇടപെടൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അനുഭവങ്ങളാണ് അനുദിനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം മുൻകാലത്തെ അപേക്ഷിച്ച് വർദ്ധിക്കുന്ന വിധത്തിൽ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളും രോഗാതുരതയുടെ നിരക്കും മരണനിരക്കും എല്ലാം ഒരു ആധുനിക സമൂഹത്തിൽ എന്ന നിലയിൽ ഏറ്റവും മികച്ച ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വൃദ്ധജനങ്ങളുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിരിക്കുകയാണ്. 2030 എത്തുമ്പോഴേക്കും ജനസംഖ്യയുടെ 25% വയോജനങ്ങളായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനനുസൃതമായിട്ടുള്ള പരിപാലന സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുടുംബങ്ങൾക്കകത്ത് സുരക്ഷിതമായിട്ടുള്ള വയോജന പരിപാലന സംവിധാനങ്ങൾ ഇന്ന് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പല വയോജനങ്ങളും വിഹുലതയോടുകൂടി തന്നെയാണ് കുടുംബാന്തരീക്ഷത്തിൽ ജീവിച്ചു പോകേണ്ടതായി വരുന്നത്. വലിയ രീതിയിലുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് വിധേയമാകുന്ന അനുഭവങ്ങളും പത്രങ്ങളിലൂടെയൊക്കെ തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ സാമൂഹ്യനീതി വകുപ്പിന് അതുമായി ബന്ധപ്പെട്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സ്ഥിതി ഇന്നുണ്ട്. ഉപയോഗിക്കൂ വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഡിസ്പോസിബിൾ സംസ്കാരമാണ് വികസിത മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വരുന്നത്. മാനവികമായ മൂല്യങ്ങളൊക്കെ ക്ഷയിക്കുമ്പോൾ സ്വാഭാവികമായും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സജീവമായിട്ടുള്ള ഏറ്റവും ചൈതന്യവത്തായിട്ടുള്ള ഘട്ടത്തിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച് കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോയ വയോജനങ്ങൾ അവരുടെ വാർദ്ധക്യത്തിൽ ജീവിത സായന്തനത്തിലെത്തുമ്പോൾ അവഗണനയും വലിയ രീതിയിലുള്ള പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ സന്തുഷ്ടിയോട് കൂടിയിട്ടുള്ള വാർദ്ധക്യ ജീവിതകാലം എങ്ങനെ കേരളത്തിലെ വയോജനങ്ങൾക്ക് ഉറപ്പു നൽകാം എന്ന ആലോചനയുടെ ഭാഗമായിട്ട് നിരവധി പദ്ധതികൾക്ക് രൂപം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് നാം ഇപ്പോൾ. അതെല്ലാം വിജയപ്രദമായി എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ആ ദിശയിലുള്ള നമ്മുടെ ഒരു യാത്ര കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വയോജന കൗൺസിൽ അംഗങ്ങൾ എന്ന നിലയ്ക്ക് ഈ രംഗത്ത് എക്സ്പേർട്ടുകളായിട്ടുള്ള നിങ്ങളുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഈ പരിശീലന പരിപാടിയുടെ ഉദ്ദേശം. അതോടൊപ്പം മെയിൻ്റനൻസ് ഓഫ് സീനിയർ സിറ്റിസൺസ്, പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺസ്, MWPSC ആക്ട് മുതിർന്ന പൗരന്മാരുടെയും രക്ഷിതാക്കളുടെയും പരിപാലനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അതിന്റെ പൂർണ്ണാർത്ഥത്തിലുള്ള നടത്തിപ്പ് നമ്മുടെ സമൂഹത്തിൽ ഉറപ്പുകൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സിറ്റിസൺസ് ആക്ടിന്റെ വ്യവസ്ഥകൾ പ്രകാരം രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങൾ അനുസരിച്ചാണ് വയോജന കൗൺസിലുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആക്ടിന്റെ അന്തസ്സത്ത മനസ്സിലാക്കിക്കൊണ്ട് നിസ്സഹായരായിട്ടുള്ള നമ്മുടെ സാധാരണ വയോജനങ്ങളിലേക്ക് ഈ ആക്ടിന്റെ ആനുകൂല്യങ്ങൾ കൃത്യമായി എത്തിക്കാനും അത് സംരക്ഷിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സംവിധാനങ്ങളുടെ മുൻപാകെ അവരുടെ ആവലാതികൾ എത്തിക്കാനും ഒക്കെ നിർണായകമായ വിധത്തിൽ ഇടപെടാൻ കെൽപ്പുള്ളവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. അതിനുള്ള വ്യവസ്ഥാപിതമായ അധികാരവും നിങ്ങൾക്കുണ്ട്.
ഈ ചട്ടപ്രകാരം MWPSC ആക്ട് പ്രകാരം 27 റവന്യൂ ഡിവിഷനുകളിലും നമുക്ക് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാ റവന്യൂ ഡിവിഷനുകളിലും ഏതാണ്ടൊക്കെ തൃപ്തികരമായ നിലയിലാണ് അദാലത്തുകളും മറ്റും സംഘടിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യകരമായ കാര്യം, നമ്മുടെ വീടുകളുടെ 4 ചുമരുകൾക്കകത്ത് വേവലാതിപ്പെട്ട് കഴിയുന്ന എല്ലാ വയോജനങ്ങളും ആ സംവിധാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിന് ഇനിയും ഒരുപാട് നിയമോപദേശങ്ങളും സക്രിയമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ആവശ്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നിയമവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം അതൊക്കെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു സംവാദം ഈ ശില്പശാലയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളുടെ പ്രവർത്തനം പരിശോധിച്ച് ഏറ്റവും മികച്ച മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾക്ക് പാരിതോഷികങ്ങളൊക്കെ പുരസ്കാരങ്ങളൊക്കെ സാമൂഹ്യനീതി വകുപ്പ് നൽകുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് തന്നെയാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ നൽകുന്നത്. ടെക്നിക്കൽ ഓഫീസേഴ്സ് ഒക്കെ അതിന് നല്ല രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. പക്ഷെ അത് തികയുന്നില്ല എന്നുള്ളത് പല ദുരനുഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഞെട്ടലോട് കൂടി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെ, ഈ അടുത്ത കാലത്ത് ഒരുപാട് വിഷയങ്ങളിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഇടപെടാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും തികയുന്നില്ല എന്നുള്ളതാണ്. പലതും നമ്മൾ അറിയുക പോലുമില്ല. പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ അറിയുക. വീടുകൾക്കകത്ത് നിശബ്ദമായി നടക്കുന്ന സപ്രഷൻ അത് നമ്മൾ എല്ലാം അറിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും നഗരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും നെറ്റ്വർക്കുള്ള ഒരു സംവിധാനം തന്നെ ജാഗ്രതാ സമിതികളായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ സാക്ഷ്യപത്രമാണ് ഈ വർദ്ധിച്ചു വരുന്ന വയോജന പീഡനത്തിന്റെ ഒരു അളവ്. സ്വാഭാവികമായിട്ടും മൂല്യങ്ങളിൽ വന്ന മാറ്റം ഇതിന് കാരണമായി തീരുന്നുണ്ട്. എല്ലാവർക്കും തിരക്കാണ്. ജീവിതം വലിയ ഡിമാൻഡിംഗ് ആയി മാറുമ്പോൾ ഈ വൃദ്ധജനങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കാൻ സാധിക്കാതെ പോകുന്നു. ഈ അടുത്ത ദിവസമാണ് തൃപ്പൂണിത്തറയില് ശയ്യാവലംബിയായിട്ടുള്ള ഒരു പിതാവിനെ ഉപേക്ഷിച്ചിട്ട് പോകാനായി മകൻ തയ്യാറായത്. ആ വിഷയത്തിൽ നമുക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധുക്കൾ, അതായത് മക്കളും പേരക്കിടാങ്ങളും ഈ അനിവാര്യമായും നിർബന്ധമായും വയോജനങ്ങളെ പരിപാലിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ കേന്ദ്രത്തിലുള്ള ഒരു സുപ്രധാന ആശയം. അത് നമുക്ക് നമ്മുടെ വയോജനങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയണം. ധാരാളമായിട്ടുള്ള പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളാകെ കൃത്യമായി മനസ്സിലാക്കി താഴെത്തട്ടിൽ വയോജനങ്ങളിലേക്ക് പ്രാദേശിക നെറ്റ്വർക്കുകളിലൂടെ നൽകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 14 ജില്ലകളിലായി 16 സർക്കാർ വൃദ്ധസദനങ്ങൾ സാമൂഹ്യനീതി വകുപ്പ് നടത്തി വരുന്നുണ്ട്. അതിൽ 1200-ൽ പരം അന്തേവാസികളെ ഏറ്റവും മികച്ച നിലയിലാണ് പരിപാലിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പല സന്ദർഭങ്ങളിലും സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങൾ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുമ്പോൾ വളരെ തൃപ്തികരമായിട്ടുള്ള നിലയാണ് അവിടെ ഉള്ളത് എന്ന് പൊതുവിൽ അന്തേവാസികൾ അറിയിക്കാറുണ്ട്. കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകളിലേക്കൊക്കെ നാം പോകേണ്ടതുണ്ട്. അതുപോലെ ഓർഫനേജ് കൺട്രോൾ ബോർഡിന് കീഴിലുള്ള ഓൾഡ് ഏജ് ഹോമുകൾ, അവയ്ക്ക് സാമ്പത്തിക സഹായം ഗ്രാന്റുകൾ നൽകുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പ്. 35,779 വയോജനങ്ങളെ ഈ സംഘടനകളിലൂടെ സംരക്ഷിച്ചു വരുന്നുണ്ട്. 199 സന്നദ്ധ സംഘടനകൾ മുഖാന്തരം സംരക്ഷണം നൽകി വരുന്ന 8,500ഓളം വയോജനങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് അനുവദിക്കുന്നുണ്ട്. പ്രതിമാസം ഒരു താമസക്കാരന് 1,100 രൂപ എന്ന നിരക്കിലാണ് ഗ്രാന്റ് നൽകുന്നത്. അപ്പൊ OCBയുടെ പ്രവർത്തനം ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലയളവിൽ പരിശ്രമിച്ചിട്ടുണ്ട്. അത്തരം വയോജന ഹോമുകൾ നല്ല നിലയിൽ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള റെക്ടിഫിക്കേഷൻസ് നടത്താനുള്ള ഇടപെടലുകളും വയോജന കൗൺസിൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കാലാനുസാരിയായ പരിഷ്കാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്.
ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വൃദ്ധസദനങ്ങളെ നവീകരിക്കുന്ന സെക്കൻഡ് ഇന്നിംഗ്സ് ഹോം എന്ന പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. കണ്ണൂര്, മലപ്പുറം, കൊല്ലം 3 ജില്ലകളിലെ സർക്കാർ വൃദ്ധസദനങ്ങളെ ഏറ്റവും മികച്ച ആധുനികോത്തര നിലവാരത്തിലേക്ക് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. വയോരക്ഷ എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ കരുതാണ്. അത് സാമൂഹ്യനീതി ഓഫീസർമാർക്ക് ഇംപ്രസ്ഡ് മണി അടക്കം അനുവദിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. നിർണായകമായ ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ വയോജനങ്ങളുടെ സഹായത്തിന് എത്തുന്നതിന് വേണ്ടി 25,000 രൂപയോളം സ്വന്തം ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് തന്നെ സാമൂഹ്യനീതി ഓഫീസർമാർക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആശുപത്രി സേവനം, ആംബുലൻസ് സർവീസ്, മരുന്നുകൾ, മറ്റു രീതിയിലുള്ള പരിരക്ഷകൾ ഇതെല്ലാം കൊടുക്കാൻ സാമൂഹ്യനീതി ഓഫീസറുടെ മുൻകൈയോടുകൂടി വയോരക്ഷാ പദ്ധതിയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വളരെ നിരാലംബമായ നിലയിൽ ഉപേക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ വൃദ്ധജനങ്ങളെ ഏറ്റെടുത്ത് വയോജന മന്ദിരങ്ങളിലേക്ക് ആക്കുക എന്നുള്ള ഒരു കർമ്മം അത് നമുക്ക് കൂട്ടായി ഏറ്റെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ തികയോ എന്നുള്ളത് വേറെ കാര്യം. ഇപ്പൊ പെയ്ഡ് ഹോമുകൾ അടക്കം നമ്മുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണ് എന്ന് കൂടി അറിയിക്കുകയാണ്, സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നുള്ള നിലയ്ക്ക്. അതുപോലെ മറ്റൊരു ശ്ലാഘനീയമായ പദ്ധതിയാണ് വയോമിത്ര പദ്ധതി. വയോമിത്ര പദ്ധതി ഇപ്പോൾ നഗരസഭകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കുകളിലുമാണ് നടത്തുന്നത്. അത് ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സേവനം, മരുന്നുകൾ, ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനകൾ ഇതെല്ലാം ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. വയോമിത്ര പദ്ധതിയുടെ ഭാഗമായി തന്നെ വയോ ക്ലബുകൾ നല്ല രീതിയിൽ നടത്താനുള്ള പരിശ്രമം ചിലയിടങ്ങളിലുണ്ട്. വ്യാപകമായിട്ട് മാനസിക ഉല്ലാസത്തിന് വയോജന ക്ലബുകൾ വേണം എന്നുള്ള നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൂടി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ മതിയായ അളവിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തൃപ്തികരമായ വയോ ക്ലബുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ ദിശയിലൊക്കെ നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രദേശങ്ങളിലും വയോജന പാർക്കുകൾ, വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന വയോജന പാർക്കുകൾ ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ രൂപീകരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഇടപെടാൻ അവസരം കിട്ടുമ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കാനാണ്. വയോ അമൃതം എന്ന ഒരു പദ്ധതി ഹോമുകളിൽ, അതായത് സർക്കാരിന്റെ വയോജന സംരക്ഷണ കേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്ക് ഭാരതീയ ചികിത്സാ വിധി പ്രകാരമുള്ള പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വയോ അമൃതം പദ്ധതി പ്രവർത്തിക്കുന്നത്. എൽഡർ ലൈൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ സഹായത്തോടു കൂടി 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്ന സഹായ സംവിധാനമാണ്, ഹെൽപ്പ് ലൈനാണ്. അത് ധാരാളം വയോജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്ന കാര്യം. കൂടുതൽ വയോജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ അവലാദികൾ ബോധിപ്പിക്കാനുള്ള സംവിധാനം എന്നുള്ള നിലയ്ക്ക് നമുക്കത് ഉപയോഗപ്പെടുത്താനാകണം. ഇടക്കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് അതിനുള്ള സഹായം പിൻവലിച്ചെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ സ്രോതസ് ഉപയോഗിച്ച് അതിനെ നിലനിർത്താനാണ് നാം പരിശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ വയോജന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് അംഗീകാരം എന്ന നിലയിൽ വയോസേവന അവാർഡുകൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നൽകി വരുന്നുണ്ട് എന്നുള്ള കാര്യവും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. പുതിയ പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഡിമെൻഷ്യ കെയറുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. ഓർമ്മത്തോണി എന്നാണ് അതിന്റെ പേര്. മെമ്മറി ക്ലിനിക്കുകൾ വ്യാപകമായി നടത്തുക. ഏറ്റവും വലിയ പ്രശ്നം വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മക്കുറവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ സ്മൃതിനാശം, മേധാക്ഷയം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഓർമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പരിഹരിക്കുന്നതിനും അതിൽ കൈത്താങ്ങായി നിൽക്കുന്നതിനും കഴിയുന്ന സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് ഓർമ്മത്തോണി പദ്ധതിയിലൂടെ മെമ്മറി ക്ലിനിക്കുകളും അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സേവനങ്ങളും ഒക്കെ നൽകുന്നതിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
ഇപ്പൊ തന്നെ കുന്നംകുളത്തും എടവനക്കാടും ഡിമെൻഷ്യ കെയറുമായി ബന്ധപ്പെട്ട് 2 കേന്ദ്രങ്ങൾ സാമൂഹ്യനീതി വകുപ്പ് നല്ല നിലയിൽ നടത്തി വരുന്നുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ നമുക്ക് വ്യാപകമായിട്ട് സംസ്ഥാനത്തുടനീളം ഉണ്ടാകണം. അതുപോലെ കൊച്ചി കോർപ്പറേഷനിൽ കുസാറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡിമെൻഷ്യ കെയറുമായി ബന്ധപ്പെട്ട് വിജയകരമായി ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ടായിരുന്നു. ബോധി എന്ന ഒരു പ്രൊജക്ട് അവര് നല്ല നിലയിൽ തന്നെ കോർപ്പറേഷനും അതുപോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ചേർന്ന് നടപ്പാക്കുകയുണ്ടായി. മറ്റ് പദ്ധതികൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. മന്ദഹാസം പദ്ധതി, പല്ല് പോയാൽ കൃത്രിമ ദന്തനിരകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. വയോമധുരം പദ്ധതി, പ്രമേഹ രോഗത്തിന്റെ ഡിറ്റക്ഷനൊക്കെ ആവശ്യമായ സ്ട്രിപ്പുകൾ, ഇൻസുലിൻ അതെല്ലാം നൽകുന്ന വയോമധുരം പദ്ധതി. അത്തരത്തിലുള്ള പ്രൊജക്ടുകൾ ഇനിയും നമുക്ക് കൂടുതലായി നടപ്പാക്കേണ്ടതുണ്ട്. മറ്റു വകുപ്പുകളും ധാരാളമായിട്ട് വയോരക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രൊജക്ടുകൾ നടപ്പാക്കുന്നുണ്ട്. പ്രശാന്തി എന്ന ഒരു പരിപാടി പോലീസ് വകുപ്പ് നടപ്പാക്കുന്നുണ്ട്. വയോജനങ്ങളുടെ സ്വാസ്ഥ്യം മുൻനിർത്തിയിട്ടുള്ള ഒട്ടേറെ ഇടപെടലുകൾ പോലീസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. കുടുംബശ്രീയിലൂടെ വയോജന പരിപാലന രംഗത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. വയോജന ക്ലബ്ബുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യുന്നുണ്ട്. ടൂറിസം വകുപ്പ് വയോജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള കൺസെഷൻസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാ വകുപ്പുകളും വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് കഴിയാവുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. സാക്ഷരതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃത്യമായ നിലയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഡിജിറ്റൽ സാക്ഷരത എന്നുള്ള വിഷയം ഇപ്പോൾ ലോക്കൽ ബോഡീസ് ഏറ്റെടുക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചിരുന്നു. അപ്പൊ സാമൂഹ്യനീതി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുകളും എല്ലാം, പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എല്ലാം അതുമായിട്ട് സഹകരിച്ചുകൊണ്ട് പഴയ സാക്ഷരതാ യജ്ഞം പോലെ ഒരു പരിപാടി ആവിഷ്കരിക്കുകയാണ് ഡിജിറ്റൽ സാക്ഷരതയുമായി ബന്ധപ്പെട്ട്. അതുപോലെ വയോജനങ്ങൾ ഒരുപാട് അനുഭവ സമ്പത്തും ജീവിത പരിചയവും ഉള്ളവരാണ്. അവർക്ക് അവരുടെ അനുഭവങ്ങളാകെ, അവരുടെ കഴിവുകളും അവരുടെ പ്രാപ്തിയും എല്ലാം ഇനിയും വിനിയോഗിക്കാൻ ഒട്ടേറെ സാധ്യതകളുണ്ട്. റിട്ടയർ ചെയ്താലും നല്ല കർമ്മശേഷിയുള്ളവരായിട്ട് സക്രിയമായ നിലയിൽ തുടരുന്ന ഒട്ടേറെ വയോജനങ്ങൾ നമുക്കുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നൊക്കെ വിരമിച്ച വിപുലമായ അനുഭവ സമ്പത്തുള്ള അവരെ കൂടി സാമൂഹ്യ പുനർനിർമ്മാണ പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഒരു റെപ്പോസിറ്ററി, അവരുടെ എല്ലാ വിവരങ്ങളും സമാഹരിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ സംവിധാനം, അവർക്ക് അഭിരുചിയുള്ള മേഖലയിൽ അവരുടെ പ്രവർത്തന ശേഷി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഓൺലൈൻ സംവിധാനം കൂടി സൃഷ്ടിക്കണമെന്ന് കരുതുകയാണ്. ഞാനിവിടെ സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന എല്ലാ പദ്ധതികളുടെയും വിശദാംശങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. വഴിയെ നടക്കുന്ന ക്ലാസ്സുകളിൽ അതെല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്യപ്പെടണം. നമ്മുടെ ഇന്നത്തെ ശില്പശാലയുടെ ഉദ്ദേശം MWPSC ആക്ടിന്റെ വിശദാംശങ്ങൾ നമ്മുടെ ശില്പശാലയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പഠിക്കാനും മനസ്സിലാക്കാനും താഴെത്തട്ടിലേക്ക് കൊടുക്കാനും സജ്ജരാകണം എന്നുള്ളതും, അതോടൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ പഞ്ചായത്ത് തലത്തിലൊക്കെ ഡിസ്കസ് ചെയ്ത് ഇനിയും നമ്മൾ നടത്തേണ്ടുന്ന പദ്ധതികളെ കുറിച്ചുള്ള മൂർത്തമായ നിർദ്ദേശങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരണം എന്നുള്ളതുമാണ്. ഇന്ന് നടക്കുന്ന ചർച്ചകളിലും നിങ്ങൾക്ക് പറയാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും നമുക്ക് വയോജനങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ ഒരു മാറ്റം, ഒരു ഉണർവ് സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാ തലങ്ങളിലും നടക്കേണ്ടതുണ്ട്. വയോജന പരിപാലനം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവര് സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾക്ക് നൽകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രത്യുപകാരം, അല്ലെ, പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ പറ്റില്ല, എന്താണ് വാക്ക്, ഒരു റിവാർഡ്, അംഗീകാരം, ആ നിലയിൽ അതിനെ കരുതേണ്ടതുണ്ട് എന്നുള്ള ആശയം നമ്മുടെ സമൂഹത്തിലാകെ നമുക്ക്
വിനിമയം ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുപോലെ വയോജന മന്ദിരങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ അന്തേവാസികൾ എങ്ങനെ ജീവിക്കുന്നു, അവർക്ക് എന്തെങ്കിലും അപര്യാപ്തതകൾ ഉണ്ടോ എന്നൊക്കെ ജാഗരൂകരായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നും ഞാൻ നിങ്ങളോട് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ പഞ്ചായത്ത് തലത്തിൽ വയോജനങ്ങളുടെ കൂട്ടായ്മയും ഒരു റിസോഴ്സ് പൂളും ഒക്കെ ഉണ്ടാക്കിയാൽ അത് പഞ്ചായത്തുകൾക്കും പ്രയോജനപ്രദമായിരിക്കും, വയോജനങ്ങൾക്കും ആക്റ്റീവായി ഇരിക്കാനും തങ്ങളുടെ കഴിവ് സമൂഹത്തിന് നൽകാനും ഒക്കെ സാധിക്കും. അത്തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ നിങ്ങളേവരും ഉയർത്തിപ്പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ നിന്ന് ആർജിക്കുന്ന കാര്യങ്ങൾ ചുറ്റുമുള്ള വയോജനങ്ങളിലേക്ക് പകർന്നു നൽകാൻ പരിശ്രമിക്കണം. ഈ ലൈബ്രറികള്, ഗ്രന്ഥശാല പ്രസ്ഥാനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണുള്ളത്. അവരോട് ഞാൻ നിരന്തരം പറയാറുണ്ട്, ഇത്തരം വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മൾ വായനശാലകളിലൊക്കെ ക്ലാസുകൾ സംഘടിപ്പിക്കണം, ഗ്രന്ഥശാലകളെ കേന്ദ്രമാക്കിയിട്ട് എന്നുള്ളത്. അപ്പൊ അത്തരം സാധ്യതകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനാകണം എന്നുള്ളതാണ്. അതുപോലെ വയോജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ഈ ആക്ട് പ്രകാരമുള്ള മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ ഉണ്ടെങ്കിലും അവയുടെ ഒരു ഔദ്യോഗിക സ്വഭാവം നിമിത്തം നമ്മുടെ വയോജനങ്ങൾക്ക് എല്ലാവർക്കും അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഒരു വയോജന കമ്മീഷൻ സംബന്ധിച്ച നിയമനിർമ്മാണം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ നിയമം ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഇപ്പോ വിവിധ പരിശോധനകളിലൂടെ കടന്നു പോവുകയാണ്. തീർച്ചയായും ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അത് അവതരിപ്പിക്കാനുള്ള അനുമതി ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ അത് വേണമെന്ന് തത്വത്തിൽ ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുപോലെ വയോജനങ്ങളെ പരിചരിക്കുന്ന ഹോം നേഴ്സുമാർ, ഇപ്പൊ ജെറിയാട്രിക് കെയർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കുകയാണ്. മക്കളും പേരക്കുട്ടികളും ഒന്നും പരിചരിക്കാനില്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ വയോജനങ്ങളെ പരിചരിക്കുന്നത് ഹോം നേഴ്സുമാരും മറ്റുമാണ്. അതുകൊണ്ട് അവർക്ക് അശാസ്ത്രീയമായിട്ടുള്ള നിലയിലുള്ള ഒരു കൈകാര്യം ചെയ്യലാണ് പല സന്ദർഭങ്ങളിലും കാണാൻ കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള പരിചരണ രീതികൾ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള പദ്ധതി കൂടി നമ്മൾ നടപ്പാക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പ് ഇപ്പൊ ഈ വർഷം മുതൽ അത്തരം പ്രവർത്തനങ്ങൾ കൂടി നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള പദ്ധതി തയ്യാറായിട്ടുണ്ട്. വയോജന പരിപാലന രംഗത്ത് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ വൃദ്ധജനങ്ങളെ പരിചരിക്കുന്നതിന് കെയർ ഗിവേഴ്സിനുള്ള പരിശീലന പദ്ധതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹോം നേഴ്സുമാരും മറ്റു രീതിയിൽ കെയർ കൊടുക്കുന്ന നമ്മുടെ ഹോമുകളിലെ പരിചാരകർ ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനം നൽകേണ്ടതുണ്ട്. അതിനുള്ള വിപുലമായ പദ്ധതിയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ മേഖലയിൽ നടത്തേണ്ടുന്ന പദ്ധതികളെ സംബന്ധിച്ചുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ശില്പശാലയുടെ ഭാഗമായിട്ട് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ശില്പശാല ഫലവത്താകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ പ്രയാസപ്പെട്ട് ദൂരത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വയോജന കൗൺസിൽ അംഗങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. നമ്മുടെ വകുപ്പിന്റെ മുദ്രാവാക്യം തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നാണ്. അത് നമുക്ക് കേരളത്തിലെ എല്ലാ വയോജനങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ട്രെയിനിങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് സന്തോഷം അറിയിക്കുന്നു.